രാജ്യം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കടക്കുമ്പോൾ വിസ്മരിക്കാനാകാത്ത ഒന്നാണ് രാമജന്മഭൂമി പോരാട്ട കഥകൾ. ശിലാപൂജയും പാതകപൂജയും ചിതാഭസ്മ നിമഞ്ജന യാത്രയും കേരളക്കരയിലും നടന്നിരുന്നു. മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ സന്യാസി ശ്രേഷ്ഠർ അനുഗ്രഹിച്ച പോരാട്ടങ്ങളാണ് മലയാള മണ്ണിൽ നടന്നത്. ഇതിൽ പ്രധാന പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടമാണ് പാലക്കാട് കോട്ട. കോട്ട ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്നും നാളെയുമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിപുലമായ ആഘോഷങ്ങളും പ്രത്യേക പൂജകളും എല്ലാം നടക്കുന്നുണ്ട്. കോട്ട ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് ക്രമീകരണങ്ങളും ചടങ്ങുകളും പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുള്ളത്? വിഷ്ണു, രാജ്യം രാമരാജ്യത്തിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് പാലക്കാട്ടെ മണ്ണിൽ നടക്കുന്നത്. ഏതായാലും ഞാൻ നിൽക്കുന്നത് ഒരു ചരിത്ര ഭൂമിയാണ്, കോട്ട ആഞ്ജനേയ ക്ഷേത്രം. ഈ കോട്ടയിൽ വെച്ചാണ് ഈ രാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പലതും നടന്നത് കോട്ടയിൽ വെച്ചാണ് എന്നുള്ളതാണ്. അതായത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ചിതാഭസ്മ നിമജ്ജന യാത്രയാണെങ്കിലും ശിലാപൂജയാണെങ്കിലും രാമജ്യോതി പ്രയാണമാണെങ്കിലും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോരാട്ട പരിപാടികളും മറ്റുമെല്ലാം നടന്നത് പാലക്കാട്ടെ മണ്ണിൽ ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനമായും എടുത്ത് പറയേണ്ടത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിൽ നടന്ന ശിലാപൂജയാണ്. അന്ന് കേരളക്കരയിൽ, അതായത് 80കളിലും 90കളുടെയും കാലഘട്ടത്തിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സമയം. അതിൽ കേരളത്തിൽ പ്രധാനമായും ശിലാപൂജ ഓരോ ഗ്രാമാന്തരങ്ങളിൽ വലിയ രീതിയിൽ രാമവിഗ്രഹങ്ങളുമായുള്ള ശിലാപൂജ നടക്കുകയുണ്ടായി. അന്ന് ഈ ശിലാപൂജ നടന്ന അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശിലകളെല്ലാം എത്തിയത് പാലക്കാട്ടേക്കായിരുന്നു. ആ പാലക്കാട്ട് എത്തിയ ശിലകളെല്ലാം പൂജിച്ചത് ഈ കോട്ടയിൽ വെച്ചാണ് എന്നുള്ളതാണ്. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ അതിന് നേതൃത്വം നൽകിയ RSSന്റെ പാലക്കാട് വിഭാഗ് സംഘചാലകൂടെയായ VK സോമസുന്ദരേട്ടൻ ചേരുന്നുണ്ട്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു നിമിഷങ്ങളെല്ലാം? നമസ്കാരം. വളരെ ആവേശകരമായിട്ട് ഇന്ന് അത് ഈ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ സമയത്ത് ജീവിച്ചിരിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ആ സമയത്ത് ശിലാപൂജ മുതൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നതാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലിയെങ്കിലും ഞാൻ മാസങ്ങളോളം ലീവെടുത്ത് ശ്രീരാമ ജ്യോതി രഥപ്രയാണ സമയത്തും ശ്രീരാമ പാതുക രഥപ്രയാണ സമയത്തും മുഴുവൻ സമയവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ ശിലാപൂജ സമയത്ത് വീടാന്തരം ശില പൂജിക്കുന്നതിന് ഞാൻ പാലക്കാട് ജില്ലയിൽ യാത്ര ചെയ്തു. എടുത്തു പറയേണ്ട സംഗതി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ ജ്യേഷ്ഠനായ കിണാവലൂർ താമസിച്ചിരുന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഞങ്ങൾ ശില പൂജിക്കാൻ പോയിരുന്നു. ആ പരിപാടിയിൽ അന്നത്തെ AB ഷൺമുഖൻ വിജ്ഞാനമണി ആശ്രമം, അതുപോലെ VK അപ്പുക്കുട്ടി, അതുപോലെ വേണുഗോപാലമേനോൻ ജില്ലാധ്യക്ഷനായിരുന്നു അദ്ദേഹം. അതുപോലെ ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തു. പിന്നീട് അടുത്ത കാലത്ത് മരിച്ച അമ്പിളി ഏട്ടൻ എന്ന് പറയുന്ന കരുണാകരൻ, അദ്ദേഹമാണ് അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്തത്. വലിയ വിവാദമായിരുന്നു ആ സമയത്ത്. EMSൻ്റെ വീട്ടിൽ ശിലാപൂജ നടന്നു എന്നുള്ളത് ഇവിടുത്തെ പത്രങ്ങളെല്ലാം, ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രത്യേകിച്ചും, ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആഗോളതലത്തിൽ അതുതന്നെയാണ് കേരളത്തിലെ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടം തന്നെയാണ് പാലക്കാട് കോട്ട ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് അരുൺ ആലത്തൂർ നൽകിക്കൊണ്ടിരുന്നത്.